നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പള്ളി എസ്.ഡി. കോളേജ് 2ാം വർഷ വിദ്യാർത്ഥി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്നത് CBI ആണ്. ഇപ്പോൾ ജസ്നയുടെ സഹോദരൻ ജെയിംസ് ജോൺസ് ജെയിംസ്, KSU നേതാവ് അഭിജിത്ത് തുടങ്ങിയവർ നൽകിയ ഹർജിയിലായിരുന്നു ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇപ്പോഴിത് 2021 ഫെബ്രുവരി 3-ന് ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് വി ഷെർസിയുടെ കാറിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ച കോട്ടയം എരുമേലി സ്വദേശി R. രഘുനാഥൻ നായർ വീണ്ടും മറ്റൊരു വിവാദ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഏറെ വിവാദമായി മാറിയേക്കാവുന്ന വെളിപ്പെടുത്തൽ രഘുനാഥൻ നായർ നടത്തിയത്. 2018 മാർച്ചിന് കാണാതായ ജസ്ന ജെയിംസ് ഈ ഭൂമിയിൽ ജീവനോടെയില്ല. അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ കൊന്നു. അത് എനിക്ക് 100% ഉറപ്പാണെന്ന് രഘുനാഥൻ പറയുന്നു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും 2018 തന്നെ പത്തനംതിട്ട SP ആയിരുന്ന T. നാരായണൻ സാർ ഉൾപ്പെടെയുള്ള പോലീസുകാരോട് കയറിയിറങ്ങി പറഞ്ഞിട്ടും അവർ അത് ചെവിക്കൊള്ളാതെ അധിക്ഷേപിച്ച് ഇറക്കിവിടുകയാണ് ചെയ്തതെന്ന് രഘുനാഥൻ നായർ പറയുന്നു. ജസ്നയെ കൊലപ്പെടുത്താൻ തന്റെ ഭാര്യയുടെ കുടുംബത്തിന് പ്ലാൻ ഉണ്ടായിരുന്നതായാണ് രഘുനാഥന്റെ വെളിപ്പെടുത്തൽ. തന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് ഭാര്യയും കുടുംബവും അകറ്റിയെന്നും രഘുനാഥൻ നായർ പറയുന്നു. ഏറ്റുമാനൂരിലുള്ള മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയിലെ സർവീസ് സ്റ്റേഷനിലെ ജോലിക്കാരനും തന്റെ ഭാര്യയുടെ സഹോദരനുമായ യുവാവുമായി ജസ്ന പ്രണയത്തിലായിരുന്നു. കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്ന ജസ്ന ആൺസുഹൃത്തിനൊപ്പം പലപ്പോഴും വീട്ടിൽ വന്നിരുന്നതായും ഇതിനെ ചൊല്ലി വീട്ടിൽ പല തർക്കങ്ങൾ നിലനിന്നിരുന്നതായും രഘുനാഥൻ പറയുന്നു. ജസ്നയെ പറ്റി മിക്കവാറും വീട്ടിൽ സംസാരിച്ചിരുന്നു. ക്രിസ്ത്യൻ കുടുംബത്തിലെ കുട്ടിയാണ്, സാമ്പത്തികമുണ്ട്, പുളിങ്കൊമ്പിലാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണക്കാര്യം വരുമ്പോൾ നാട്ടുകാർ ഇതിനെ എതിർക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഇതിന് വേണമെന്ന് തന്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞിരുന്നതായി അദ്ദേഹം പറയുന്നു. ജസ്ന എന്റെ ഭാര്യയുടെ സഹോദരി ഇന്ദിര എന്ന് പറയും. പാണവില പള്ളിപ്പള്ളിക്കല് സ്കൂളിനോട് താഴെയുള്ള കാക്കനാട് എന്ന് പറഞ്ഞ വീട്ടിലെ പയ്യനാണ് അവന്. അവിടുത്തെ ആ ചെറുക്കനായിട്ട് ഇവള് ലവാണ്. ഈ ആഴ്ചയ്ക്ക് ഈ പെണ്ണ് കോളേജിലാന്നും പറഞ്ഞ് പോയിട്ട് ഇവന് ഏറ്റുമാനൂരുള്ള മഹേന്ദ്രയുടെ സർവീസ് സ്റ്റേഷനിലാണ് ജോലി. അവിടെ സർവീസിന് വരുന്ന വണ്ടിയും പൊക്കിക്കൊണ്ട് ഇവൻ വരും. ആ വണ്ടിക്കകത്ത് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് വരും. വീട്ടിലിരിക്കലായിരുന്നു ഇവന്റെ പണി. ജസ്നയുടെ പിതാവിനും കുടുംബത്തിനും ഈ വിഷയം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ജസ്നയുടെ അമ്മയ്ക്ക് ഇക്കാര്യം അറിയാമെന്നായിരുന്നു മറുപടി. അമ്മയ്ക്ക് അവനെ ഇഷ്ടമാണെന്നും സമയമാകുമ്പോൾ വീട്ടിൽ അക്കാര്യം പറയാമെന്നും ഭാര്യ പലതവണ പറഞ്ഞതായി രഘുനാഥൻ നായർ അവതാരകനോട് വെളിപ്പെടുത്തുന്നു. ഇയാള് വീട്ടിൽ വരും. ഈ പെണ്ണുമായിട്ട് വീട്ടിൽ ഇരിക്കുന്നതിന് ഇവന്റെ അച്ഛനും ഇവനുമായിട്ട് എപ്പോഴും വർത്താനാവും. എന്നിട്ട് ഇവന്റെ അമ്മ എന്റെ ഭാര്യ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ചെറുക്കാൻ ആ പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ട്, വീട്ടിൽ അച്ഛനും വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഇത് ഫോൺ വന്നിട്ടുണ്ട്. ഇവന്റെ അമ്മ പറയുന്നത് അവര് നല്ല നാളെ കല്യാണം കഴിക്കേണ്ട പിള്ളേരല്ലേ, പ്രായം അവര് ആയിക്കോട്ടെ, നമ്മളെന്തിനാക്കെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈസിയായിട്ട് വിടലാണ്. അതിനെന്തിനാണ് താങ്കളുടെ ഭാര്യ ഈ ജസ്നയെ വധിക്കണമെന്ന് പറഞ്ഞ അങ്ങനെ തീരുമാനം? അന്ന് ജസ്നയെ വധിക്കണം എന്നുള്ള തീരുമാനമൊന്നുമില്ല. അപ്പോൾ ഇവന് വിവാഹത്തിന്റെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ജസ്നയെ പറ്റി എന്റെ വീട്ടിൽ മിക്കവാറും ചർച്ചയുണ്ട്. ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയാണ്, സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ്. ഇപ്പം പുളിങ്കൊമ്പോലാണ് പിടിച്ചിരിക്കുന്നത്. അന്ന് കല്യാണത്തിൻ്റെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പം നാട്ടുകാരും ക്രിസ്ത്യാനികളും എല്ലാം എതിർക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നൊക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ പറയാൻ എന്താ, എന്നാലും ഇപ്പം കാലമൊക്കെ മാറി, ഇപ്പം ജാതിയൊന്നും ആരും നോക്കുന്നില്ല, ഒന്നും പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ജസ്നയുടെ പിതാവിനും കുടുംബത്തിനുള്ളവർക്കൊക്കെ അറിയാമോ ഈ വിഷയം? അപ്പോൾ എന്നോട് പറഞ്ഞത് ജസ്നയുടെ അമ്മയ്ക്കറിയാം. സമയമാകുമ്പം അവരെല്ലാം പറഞ്ഞോളൂ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ആ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്റെ കുടുംബത്തിലടക്കം പല അസ്വസ്ഥതകളും ഉടലെടുത്തു. തൊട്ടു പിന്നാലെ അയൽവാസിയായ തമിഴൻ സൈലന്റ് അറ്റാക്കിൽ മരിച്ചുവെന്ന് പറയുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത് താനാണ്. പോകുന്ന വഴിക്ക് കൊച്ചമ്മ ഏമാത്തി എന്ന് മാത്രമാണ് പറഞ്ഞത്. ദേവരാജന്റെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ സ്റ്റേഷനിലെ ഇൻചാർജ് ഉണ്ടായിരുന്ന പോലീസുകാരൻ ബിജു ഭീഷണിപ്പെടുത്തി. കൂടുതൽ പറഞ്ഞാൽ നീയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയതായി രഘുനാഥൻ പറയുന്നു. നെയ്ബറായിട്ടുള്ള ഒരു ചെറുക്കൻ പെട്ടെന്ന് സൈലന്റ് അറ്റാക്കി മരിക്കുന്നു. അപ്പോൾ അവനെ ആശുപത്രി കൊണ്ടുവന്ന ഞാനാണ്. പെട്ടെന്ന് നെഞ്ചുവേദന എടുത്തിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, കൊച്ചമ്മ ഏമാത്തിയതാണെന്ന് മാത്രം ഏമാത്തി എന്ന് വരെ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേനും അവൻ മരിക്കുകയാണ് ചെയ്തത്. മുരിക്കാലിപ്പുഴ ജെയിംസിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ദേവരാജൻ എന്ന് പറയുന്ന ഒരു തമിഴനായിരുന്നു. ജെയിംസിന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത്? അയാൾ പെട്ടെന്ന് സൈലന്റ് അറ്റാക്ക് ആണെന്നാ പറയുന്നത്. ഞാനൊന്ന് വാടകയ്ക്ക് താമസിച്ചോണ്ടിരിക്കാം. ജോസഫേട്ടന്റെ വീട്ടിലാണ്, കല്ലമ്മാക്കലെ ജോസഫേട്ടന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചോണ്ടിരിക്കുക. അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല സാർ. പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട എന്നെ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ബിജു എന്ന് പറഞ്ഞ അന്ന് അപ്പോൾ സ്റ്റേഷനിലെ ഇൻചാർജ് അയാളായിരുന്നു. ആനക്കുഴി ചെല്ലപ്പന്റെ മകൻ ബിജു എന്ന് പറഞ്ഞാൽ അവനെന്നെ അടിക്കാനൊക്കെ പിടിച്ചു. നീ എന്തിനാ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം പറഞ്ഞ്, നീ കൊന്നിട്ടും കൊണ്ടൊന്നല്ലേ, എന്നിട്ട് നീ കൂടുതൽ പറഞ്ഞാൽ നിന്റെ പേരിലാക്കും എന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത്. മൃതദേഹം മുണ്ടക്കയം പൊതുശ്മശാനത്തിൽ കൊണ്ടുവന്നപ്പോൾ ശരീരം കരിനീല നിറത്തിലായിരുന്നതായും പറയുന്നു. തന്നെ മാനസിക രോഗിയാക്കാൻ ഭാര്യയും കുടുംബവും അയൽവാസികളും ചേർന്ന് നടത്തിയ ഡ്രാമയുടെ ഒരു ഭാഗമായിരുന്നു ഇത്. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനു ശേഷമായിരുന്നു ജസ്നയുടെ മരണം. അതായത് എന്നെ ഭ്രാന്തൻ മാനസിക രോഗിയാക്കാൻ വേണ്ടി എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളും എന്റെ ഭാര്യ എല്ലാം കൂടെ ചേർന്ന് കളിച്ച നാടകത്തിൽ
ഇവര് നെയ്ബേഴ്സായ മുരിക്കോലിപ്പുഴ ജെയിംസിന്റെ ഭാര്യയെയും എൻ്റെ ഹൗസ് ഓണറായ കല്ലമ്മാക്കൽ ജോയിച്ചേട്ടന്റെ ഭാര്യയെയും ഒക്കെ ഉൾപ്പെടുത്തി ഇവരൊരു ഡ്രാമ കളിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഈ ജസ്നയുടെ വീടിന്റെ അടുത്ത് എത്ര ദൂരത്തിലാണ് താമസിക്കുന്നത്? ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും, മാക്സിമം 4 കിലോമീറ്റർ. എത്ര പ്രായം മുതൽ എത്ര വയസ്സ് മുതൽ ഈ കുഞ്ഞിനെ അറിയാം? ജസ്റ്റിനെ നേരിട്ട് എനിക്കറിയില്ല. ജസ്റ്റിനെ എൻ്റെ ഭാര്യയോട് സംസാരിക്കാനുള്ളതും ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഫോണിൽ നിന്ന് ജസ്റ്റിനയുടെ ഫോണാണെന്ന് പറഞ്ഞ് ഭാര്യ എനിക്ക് തന്നിട്ട് 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, എത്ര വർഷമായിട്ട് നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്? 2013 മുതൽ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വർഷം അവിടെ താമസിച്ചു? 13, 4, 17, 4 വർഷം 5 വർഷമെങ്കിലും അവിടെ ഈ 4 വർഷത്തെ പരിചയമാണ്. ഈ സമയത്താണ് ജസ്നയുടെ തിരോധാനം. അല്ല, അവിടുന്ന് അത് കഴിഞ്ഞ് ഇങ്ങനെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമാണ്. ജസ്ന മരിച്ചുവെന്നേ താൻ പറയൂ, കൊന്നുവെന്നേ താൻ പറയൂ. എരുമേലിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ജസ്ന അന്ത്യവിശ്രമം കൊള്ളുന്നു. അത് ആരുടെയെങ്കിലും സെപ്റ്റിക് ടാങ്കിലാകാമെന്നും ഈ കൊലയ്ക്ക് പിന്നിൽ ഒരു സംഘം ആളുകളുണ്ടെന്നും രഘുനാഥൻ പറയുന്നു. ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം കൊലപാതകമാണെന്നും ഇതിനെക്കുറിച്ച് നൽകിയ പരാതികൾ പോലീസ് അവഗണിച്ചുവെന്നും ആരോപിച്ചാണ് അന്ന് കരിയോയിൽ ഒഴിച്ചതെന്നായിരുന്നു അന്നത്തെ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം. 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ജസ്ന ഉള്ളതായി താൻ മാത്രമല്ല റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറും പറയുന്നുണ്ടല്ലോ. എരുമേലിക്കും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് ജസ്ന ഉണ്ടെന്ന് 100% അനുമാനിച്ചത് ജോർജ് ജോസഫ് സാർ മാത്രമായിരുന്നെന്ന് രഘുനാഥൻ പറയുന്നു. കൂടാതെ ജസ്നയുടെ അമ്മയെ കൊന്നതാണെന്നും രഘുനാഥൻ പറയും. ജസ്ന മരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജസ്ന മരിക്കുന്നു എന്നേ ഞാൻ പറയുള്ളൂ, മരിച്ചു എന്നേ ഞാൻ പറഞ്ഞു, കൊന്നു എന്നേ ഞാൻ പറയുള്ളൂ. എരുമേലിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ജസ്ന അന്ത്യവിശ്രമം കൊള്ളുന്നു. അത് ആരുടെയെങ്കിലും സെപ്റ്റിക് ടാങ്കിലാ, അല്ലാതെ കുന്നും കുഴിച്ചൊന്നും മൂടിയിട്ടില്ല. സെപ്റ്റിക് ടാങ്കിൽ കിടന്നിട്ടുണ്ട്. അത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അത് അടിയും പട്ടിയെല്ലാം ഇപ്പോഴും കിടക്കുന്നുണ്ട്. ജസ്നയുടെ പ്രണയത്തെക്കുറിച്ച് അറിയാവുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. അതിനിടയ്ക്ക് ജസ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജസ്നയുടെ മാതാവ് അത് പുറത്തു പറയും. അന്വേഷണം അങ്ങോട്ടേക്ക് നീങ്ങും. ഇതിന് തടയിടാനാണ് ആദ്യം അമ്മയെ കൊലപ്പെടുത്തിയതെന്ന് രഘുനാഥൻ പറയുന്നു. അന്ന് വരെ രോഗമില്ലാതെന്ന ജസ്നയുടെ അമ്മ എങ്ങനെ പെട്ടെന്ന് ന്യൂമോണിയ ബാധിച്ചു മരിക്കും? ജസ്നയുടെ അമ്മയുടെ മരണം ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന കെമിക്കൽ അകത്തു ചെന്നാണെന്ന് അദ്ദേഹം പറയുന്നു. അൺകോൺഷ്യസ് ആയ ജസ്നയുടെ അമ്മ ആശുപത്രിയിൽ വെച്ച് രോഗം ഏതാണെന്ന് തിരിച്ചറിയാനാവാതെ മരിച്ചുവെന്നാണ് പറയുന്നത്. രോഗി എന്നും പറഞ്ഞ് ഇവര് പൊൻകുന്ന DYSP ഓഫീസിൽ എന്നെ കൗൺസിലിങ്ങിന് വിളിക്കുമ്പോൾ അവിടുന്ന് ഇവരെ എന്നോട് രഹസ്യമായിട്ട് എൻ്റെ ഭാര്യയും അവളുടെ ബന്ധുക്കളും എന്നോട് പറഞ്ഞത്, ഞങ്ങളെപ്പറ്റി എല്ലാ വിവരങ്ങളും നിനക്കറിയാം, അതെന്തെങ്കിലും നീ വെളിയിലാക്കി കഴിഞ്ഞാൽ നിന്റെ മൂത്ത മോളെ ഞങ്ങൾ ഭ്രാന്തിയാക്കിയിട്ട് റോഡിൽ കൂടെ നടത്തും. നിങ്ങളുടെ മാത്രം മൂത്ത മോളല്ലല്ലോ, ആ സ്ത്രീയുടെയും കൂടെ മകളല്ലേ? കടൽ ഭിത്തിയിൽ സ്വന്തം കുഞ്ഞിനെ അടിച്ചു കൊന്ന അമ്മയുള്ളല്ലോ കേരള. ഇവിടെ അവർക്ക് രക്തബന്ധത്തിനോടൊന്നും യാതൊരു ഇതില്ല, അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നതേ ഇല്ല. താങ്കളെ മാനസിക രോഗിയാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയാണ് യഥാർത്ഥമായിട്ട് ശരിക്കും റോള് വഹിച്ചത്. അതെ, റിയലി. പക്ഷേ അസിസ്റ്റന്റ് കമ്മീഷണർ KL ആൽജി അന്ന് വിളിച്ച് ചോദിച്ചു, ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ACP അവരെ ഷൗട്ട് ചെയ്തു. നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ മുന്നേ ഷൗട്ട് ചെയ്തു. അവർ ഭയം നടിച്ച പോലെ പെട്ടെന്ന് ഫോൺ കട്ടി. നാളുകൾക്ക് മുമ്പ് ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് സഹതടവുകാരനായ യുവാവിന് അറിയാമെന്നാണ് പോക്സോ കേസിൽ പൂജപ്പുര ജയിലിൽ കഴിയുന്ന തടവുകാരന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. ഇതേക്കുറിച്ച് തടവുകാരൻ CBIക്ക് മൊഴിയും നൽകിയിരുന്നു. കൊല്ലം ജയിലിൽ തന്റെ കൂടെ കഴിഞ്ഞ സഹതടവുകാരനായ മോഷണക്കേസ് പ്രതിയും പത്തനംതിട്ട സ്വദേശിയുമായ പ്രതിക്ക് ജസ്നയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാമെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. ഇയാൾ പറഞ്ഞ വിലാസമനുസരിച്ച് പത്തനംതിട്ട സ്വദേശിയായ തടവുകാരനെ കണ്ടെത്താൻ ശ്രമങ്ങൾ നടന്നെങ്കിലും അവിടെ നിന്നും ആ തെളിവും അപ്രത്യക്ഷമാവുകയായിരുന്നു. ജസ്നയുടെ തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് കേരളം കാത്തിരിക്കുമ്പോഴാണ് രഘുനാഥന്റെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലും പുറത്തുവരുന്നത്. അടുത്ത ദിവസം തന്നെ കോടതിയിലേക്ക് ഇത് സംബന്ധിച്ച് പോകുമെന്നും രഘുനാഥൻ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.